ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ വിഷയം പ്രവാസം. എന്താന്ന് പറഞ്ഞാൽ ഞാനൊരു പ്രവാസിയല്ലേ, അപ്പോഴും നമുക്ക് പ്രവാസത്തെ കുറിച്ചാവട്ടെ ഇന്നത്തെ വീഡിയോ അല്ലേ. നമുക്കപ്പോൾ തുടങ്ങാം. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു കൂളിംഗ് ഗ്ലാസ് തന്നെയല്ല, നമ്മുടെ വർക്ക്ഷോപ്പിൽ നമ്മുടെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരൻ അളിയ കൂളിംഗ് ഗ്ലാസ് വെച്ച അടിപൊളിയാണോ, എന്തായാലും നമുക്കൊന്ന് വെച്ച് നോക്കാം. അടിപൊളിയാണോ? അപ്പോഴ് നമുക്ക് പ്രവാസത്തെ പറ്റി സംസാരിക്കാം അല്ലേ. പ്രവാസം, നമ്മൾ എന്തിനാണ് ഗൾഫിൽ പോകുന്നത്? സാമ്പത്തികമായിട്ട് അല്ലേ, സാമ്പത്തികം ഉണ്ടാക്കാനാണ് നമ്മൾ ഗൾഫിൽ വരുന്നത്. നമ്മുടെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും എല്ലാം നമ്മൾ മാറ്റി വെക്കുകയാണ്. ആർക്ക് വേണ്ടിയാ? എല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ അവിടുന്ന് ഫ്ലൈറ്റ് കയറുന്നു. ഫ്ലൈറ്റ് കയറി നേരെ ഓരോരോ രാജ്യത്തും അല്ലേ പോകുന്നു. കഷ്ടപ്പാടും ദുരിതവും അല്ലേ. 50% പേര് മാത്രമേ ഉള്ളൂ കുറച്ചൊക്കെ അല്ലലില്ലാതെ ജീവിച്ചു പോകും. നമ്മുടെ നാട്ടിലെ കണക്ക് തന്നെയുള്ള ജീവിതം. ബാക്കിയുള്ളവരും 50% പേരും കഷ്ടപ്പാടും ദുരിതവും അല്ലേ. ക്യാമ്പിലൊക്കെ ഉള്ളവരുടെ ജീവിതം എങ്ങനെയാണ്? വളരെ കഷ്ടപ്പാടാണ്. രാവിലെ എണീക്കുന്നു, റെഡിയാവുന്നു, ബസ് വരുന്നു, ചാടിക്കേറി പോകുന്നു, തിരിച്ച് 12 മണിക്കൂറും 13 മണിക്കൂറും ജോലി കഴിയുന്നു, തിരിച്ച് ബസ് വരുന്നു, കയറുന്നു, ക്യാമ്പിലേക്ക് പോകുന്നു, കിടന്നുറങ്ങുന്നു, നമ്മൾ അലാറം വെക്കുന്നു, വീണ്ടും ഇങ്ങനെ തുടരുകയാണ് അല്ലേ. അപ്പൊ പണ്ടൊരു കോമഡി കേട്ടിട്ടില്ലേ, പിന്നെ ചിലത് ശരിയാവും, ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവത്തില്ല അല്ലേ. അതേപോലെയാണ് നമ്മൾ പ്രവാസികളുടെ അവസ്ഥ. പകുതി പേർക്ക് കുഴപ്പമില്ല അല്ലേ. 50% പേര്, 50 അല്ല, ഒരു 10-20% പേർക്ക് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. ബാക്കിയുള്ളവർ കഷ്ടപ്പാടും ദുരിതവും ആയിട്ട് ഇങ്ങനെ അല്ലേ ജീവിക്കുന്നു. നമ്മുടെ ഈ കഷ്ടപ്പാടിന്റെയും ദുരിതത്തിന്റെ ഇടയ്ക്കുള്ള സന്തോഷം എന്താണ്? നമുക്ക് 1-ാം തീയതി അല്ലേ 30 ദിവസം കഴിയുമ്പോൾ സാലറി വരുന്നു. അപ്പോഴാണ് നമുക്കൊരു സന്തോഷമുള്ളത്. ആണോ? അങ്ങനെയാണ് പൊതുവെ എല്ലാവർക്കും. അതാണ് സാലറി വരുമ്പോൾ ഒരു സന്തോഷം. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ തുച്ഛമായിട്ടുള്ള ചെലവിനുള്ള പൈസ മാറ്റി വെച്ചിട്ട് ബാക്കി പൈസ മൊത്തവും നാട്ടിലേക്ക് അയച്ചു കൊടുക്കും. മിക്കവാറും ഞാൻ ഉൾപ്പെടെ അല്ലേ. നമ്മൾ കിട്ടുന്ന പൈസ മുഴുവനും മാക്സിമം എത്രയൊക്കെ അയക്കാവോ ഇതെല്ലാം നമ്മൾ നാട്ടിലോട്ട് അയക്കുകയാണ്. ആണോ? എന്നിട്ട് നമുക്കിവിടെ ഒരു അത്യാവശ്യം വന്ന് ഒന്ന് ആശുപത്രി പോകണം, അല്ലെങ്കിൽ നമുക്കൊന്ന് ഒരു എമർജൻസി ഒരു സിറ്റുവേഷൻ വന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് പറയാം, ഇടയിൽ ഒരു 10 ദിനാർ താ, ഒരു 5 ദിനാർ താ അല്ലേ. അങ്ങനെയാണ് നമ്മളിവിടെ ഒരു കണക്കിന് ഇരന്ന് മേടിക്കുകയാണ്. നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസയെല്ലാം നാട്ടിൽ അയച്ചു കൊടുത്തിട്ട് എന്നിട്ട് അത്രമാത്രം സേവ് ചെയ്യുകയാണ് പൈസ അല്ലേ. നമ്മളിവിടെ ചെലവിന് മാത്രം എടുക്കുവാണ്. എന്തിന്? ചെലവെന്താണ്? രാവിലെ ഒരു കീസ് കുപ്പൂസ് മേടിച്ച് കഴിഞ്ഞാൽ അത് തൈര് മുക്കി കഴിക്കുകയാണ് പൊതുവെ അല്ലേ. നമ്മൾ തൈര് മുക്കി കഴിച്ച് അന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് പോകുന്നു. കൂടിപ്പോയ ഒരു ഡാലോ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു കറിയും മേടിക്കും, അല്ലെങ്കിൽ മിക്കവാറും ഉള്ള ഒരു തൈരാണ് മേടിക്കുന്നത്, മുക്കി കഴിക്കുന്നു. അന്നത്തെ ദിവസം ഇങ്ങനെ ഒരു 1/2 ദിനാറിൻ്റെ അകത്ത് കാര്യങ്ങളെല്ലാം അല്ലേ പിടിച്ച് ഇങ്ങനെയാണ് മിക്കവാറും ഉള്ള പ്രവാസികളുടെ ജീവിതം. ഇങ്ങനെയാണ്. ആണോ? പ്രവാസിയായിട്ടുള്ളവരുടെ അഭിപ്രായങ്ങളൊന്ന് പറഞ്ഞ്. ആണ്, പൊതുവെ ഇങ്ങനെയാണ്. നമ്മൾ ഇങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലോ നമ്മൾ ഈ പൈസ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു. മക്കളും ഭാര്യമാരും എന്താണ് ചെയ്യുന്നത്? ആഴ്ച അവർക്ക് ഒരു ദിവസം കടയിൽ നിന്ന് ആഹാരം കഴിക്കണം. കടയിൽ പോയി ചിക്കൻ ചില്ലി, പിന്നെ വേറെ എന്ത് പറയുമല്ലോ, അങ്ങനെ എന്തൊരു ചിക്കൻ അങ്ങനെ അല്ലേ, അതിൻ്റെ പേരും കിട്ടുന്നില്ല, മന്തി അല്ലേ. ഇങ്ങനെയുള്ള ആഴ്ച അവർക്ക് ഒരു ദിവസം കടയിൽ നിന്ന് ആഹാരം കഴിക്കണം. അവർ നല്ലവണ്ണക്ക് എൻജോയ് ചെയ്ത് അവർ ജീവിക്കുന്നു. ഇവിടുത്തെ സ്ഥിതിയോ
ഇവിടെ ഉള്ള കുപ്പൂസും കഴിച്ച് പട്ടിണിയും കിടന്ന് ഉള്ള പൈസകളൊക്കെ നാട്ടിൽ അയച്ചിട്ട് അല്ലേ? അങ്ങനെയല്ലേ ജീവിതം? ആണോ? അങ്ങനെയാണ് ജീവിതം. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ പ്രവാസികളോടാണ് അല്ലേ? ഞാനും ഒരു പ്രവാസിയാ, എൻ്റെ അടുത്ത് എന്നിലൂടെ അല്ലേ, അങ്ങനെ തന്നെ അങ്ങ് പറയാം. അപ്പൊ ഈ പ്രവാസി മൈരന്മാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാല്, കിട്ടുന്ന പൈസ ഇങ്ങനെ അയച്ചു കൊടുക്കാതെ നമ്മൾ ചെറിയൊരു സമ്പാദ്യം നമ്മുടെ ഒരു അക്കൗണ്ട്, നാട്ടിൽ പോയിട്ട് വരുമ്പോൾ ഒരു അക്കൗണ്ട് തുടങ്ങി കുറച്ച് ഒരു തുക അതിലിടുക. എന്തിനാ? അത് അവസാനം പറയാം. അപ്പം നമ്മൾ ചെയ്യാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ ആഴ്ച നമുക്കൊരു ദിവസം, എല്ലാവർക്കും ഒരു ദിവസം അവധിയുണ്ട്. ആ അവധി നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക അല്ലേ? നമ്മൾ നല്ല ആഹാരങ്ങൾ മേടിച്ച് കഴിക്കുക. ഇല്ലാതെ ലുലുവിലും ഗ്രാൻഡിലും എല്ലാം നമ്മളിങ്ങനെ പോയി കണ്ണാടിപ്പെട്ടിക്കകത്ത് എഴുതിയിരിക്കുന്ന വില നോക്കും. വില എത്രയാന്ന്? 2.5 ദിനാർ റിവ്യൂ വേണ്ട. ഇല്ല, നമുക്ക് എന്താണ് ആഗ്രഹം ഇതെല്ലാം മേടിച്ച് കഴിക്കുക അല്ലേ? അതിൽ കുറഞ്ഞുള്ള സമ്പാദ്യമേ ആവാവും. അപ്പോഴെന്താണ്? അപ്പോഴും നമ്മൾ നാട്ടിൽ പോയിട്ട് വരുന്നുള്ള പുതിയ പ്രവാസികൾ സ്വന്തമായിട്ട് ചെറിയൊരു അക്കൗണ്ട് എടുക്കുക. SPT-ന്നോ ഫെഡറലിനോ ഒരു അക്കൗണ്ട് എടുത്തുകൊണ്ട് വരിക. എന്നിട്ട് മാസം കിട്ടുന്നതിൽ ചെറിയൊരു തുക ഇതിലേക്ക് ഇട്ട് വെക്കണം. അത് ഞാൻ എന്തിനാണെന്ന് അവസാനം പറയാം. എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ പ്രവാസി മൂപ്പന്മാരില്ലേ, നമ്മളൊക്കെ ഇപ്പോഴും വന്ന ആൾക്കാരില്ലേ, ഈ പ്രവാസി മൂപ്പന്മാരുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവര് കിട്ടുന്ന പൈസ എല്ലാം അപ്പോഴത്തന്നെ, നമ്മുടെ കമ്പനിയിലൊക്കെ ഉള്ള ആൾക്കാർ കിട്ടുന്ന പൈസ ഇവിടെ 5 പൈസ ചെലവാക്കത്തില്ല. കിട്ടുന്നതെല്ലാം നാട്ടിൽ അയച്ചു കൊടുക്കും. നാട്ടിൽ അയച്ചു കൊടുത്തിട്ട് വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഈ നാട്ടിൽ അയച്ചു കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ്, എവിടെയാണ് പറഞ്ഞു നിർത്തിയെന്നൊരു കൺഫ്യൂഷൻ. അങ്ങനെ നമ്മുടെ ഈ മുതു പ്രവാസികളില്ലേ അല്ലേ, അതിലല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. അപ്പൊ ഈ മുതു പ്രവാസികൾ എന്താണെന്ന് പറഞ്ഞാൽ, കിട്ടുന്ന എല്ലാ നാട്ടിൽ അയച്ചു കൊടുക്കും. എന്നിട്ട് ഈ മുതു പ്രവാസികൾക്ക് വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, നാട്ടിലോട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടുന്ന് പ്രഷറും ഷുഗറും ഇതൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെല്ലും. അവിടെ അടുക്കി വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞാണ് ചെന്ന് കയറി കൊടുക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഒരു മൈരും കാണത്തില്ല, അക്കൗണ്ടിൽ ഒരു മൈരും കാണത്തില്ല. അവിടെ ചെല്ലുമ്പോൾ വീട്ടുകാരെ അടിച്ച് കാല് മടക്കി അടിക്കും. മൈരേന്ന് പറയും കടപ്പുറത്ത്. ആ അനുഭവങ്ങൾ വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കൊച്ചു മൈരന്മാരായ പ്രവാസികൾ എന്താ ചെയ്യാനുള്ളത്? നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു അക്കൗണ്ട് തുടങ്ങുക. കിട്ടുന്ന പൈസകളൊക്കെ ഈ അക്കൗണ്ടിൽ ഇടുക. വലുതായിട്ട് വേണ്ട, ഒരു 5,000 ഒക്കെ മാസം ഇട്ടിരുന്നു കഴിഞ്ഞാൽ ഈ കടപ്പുറത്ത് കിടന്ന് അലയേണ്ടി വരത്തില്ല അവസാന നിമിഷം അല്ലേ? പിന്നെ പ്രവാസിയെ പറ്റി പറയുകയാണെങ്കിൽ, ഇഷ്ടംപോലെ കാര്യങ്ങൾ കിടക്കുക എന്ന് പറഞ്ഞാൽ, നമുക്ക് അനുഭവം ഇല്ലയോ? നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നമ്മുടെ മരുന്ന് എന്തുവാണ്? പെനഡോൾ അല്ലേ? ചെറിയ പനിക്ക് 1, വലിയ പനിക്ക് 2 വെച്ച് കഴിക്കണം അല്ലേ? മുട്ടുവേദന, ചെറിയ മുട്ടുവേദനയ്ക്ക് 1, വലിയ മുട്ടുവേദനയ്ക്ക് 2 പെനഡോൾ. ആണോ? നിങ്ങൾ പറ അല്ലേ? പ്രവാസികളുടെ അനുഭവങ്ങൾ നിങ്ങൾ പറയണം. ഇനി നമ്മൾ ഈ വീഡിയോയ്ക്ക് അടുത്ത ഒരു വീഡിയോയും കൂടെ നമുക്ക് ഇടാനുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഇഷ്ടം പോലെ ഉണ്ടല്ലോ, നമ്മൾ പ്രവാസിയുണ്ട്, നമ്മുടെ അനുഭവസ്ഥനാണ്, ഇഷ്ടം പോലെ കാര്യങ്ങൾ കിടക്കില്ല. അപ്പോൾ നമ്മളിഞ്ഞ് പ്രവാസികളുടെ കഷ്ടപ്പാടും ദുരിതങ്ങളെയും പറ്റിയുള്ള ചെറിയ ഒരു വീഡിയോ നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ നമ്മൾ ഓട്ടിക്കണ്ടേ കേട്ടോ? അപ്പം 37 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. ബാക്കി സബ്സ്ക്രൈബറും കൂടെ നിങ്ങളിത് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമേ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അടിപൊളി വീഡിയോ ആയിട്ടാണ് അടുത്തത് വരാൻ പോകുന്നത് പ്രവാസികളുടെ. ഓക്കെ ബൈ.